Hello, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Exam നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചാപ്റ്റേഴ്സ് കഴിയുന്നു. രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ചിലപ്പോ ഈ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്കറിയാലോ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. രണ്ടാമത്തെ ഭയങ്കര ലെങ്തിയാണ്. അപ്പോ ചിലപ്പോ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും, ചിലപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. എന്തായാലും നമ്മളുടെ കോഴ്സിന്റെ ഏകദേശം ഒരു ഹാഫ് പാർട്ടിൽ വെച്ചിട്ടാണ് എക്സാം വരും. അത് നിങ്ങളെ അറിയിക്കും കേട്ടോ. ഒരാഴ്ച മുമ്പ് നിങ്ങളെ അറിയിക്കും ഇന്ന ഭാഗത്തെ എക്സാം ആണെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 4, 5, 6 ചാപ്റ്റേഴ്സിന്റെ ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോഴും ഒരു എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ എക്സാം വരിക കേട്ടോ. ഓക്കെ, സോ വൺസ് അഗൈൻ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ കഴിഞ്ഞോ? ഓക്കെ, നിങ്ങളുടെയൊക്കെ സ്ഥലത്തൊക്കെ ചിലപ്പോ നാളെ ആയിരിക്കും അല്ലെ? കുറച്ച് പേർക്കൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നാളെയാണ്. ഓക്കെ, എനിവേസ് നമ്മുടെ എവിടെ ഇന്നലെയായിരുന്നു കഴിഞ്ഞു. നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തിയത് അറിവുണ്ടോ? എവിടെ പറഞ്ഞു നിർത്തി? കേൾക്കാനുണ്ടോ നിങ്ങള്? സൗണ്ടിനും പ്രശ്നമില്ലല്ലോ? ഭയങ്കര സൗണ്ട് കാരണം ഓക്കെ. യെസ്, നമ്മള് ഇതല്ലേ പറഞ്ഞു നിർത്തിയത്? അക്കോർഡിംഗ് ടു സെക്ഷൻ 9C ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറി ആണ് അല്ലെ? ഗ്രീവൻസ് മാനേജ് ചെയ്യുന്ന ആ ഒരു മെഷീനറി, ഒരു എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അത് എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൽ ഉണ്ടാകുന്ന ഡിസ്കംഫേർട്ട്, ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവരുടേതായ കളക്റ്റീവ് ബാർഗെയിൻ, ഇങ്ങനെയുള്ള ചില പല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തുടക്കം മുതൽ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുക, അതിനെ സോൾവ് ചെയ്ത്, അതിനെ കൃത്യമായ രീതിയിൽ അതിനെ സോൾവ് ചെയ്ത് തീർന്നത് വരെയുള്ള ആ ഒരു പ്രൊസീജിയർ മൊത്തം അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറി എന്ന് വിളിക്കുക. ആ ഒരു മെഷീനറിയെ സംബന്ധിക്കുന്ന കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 9C ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അതില് എന്തൊക്കെയാണ് ഈ ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എല്ലാ ഇൻഡസ്ട്രീസിലും, ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും whether they have employed 20 or more workmen, അതിനകത്ത് 20ഓ അതിൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഓർഗനൈസേഷൻസിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി എന്തിനു വേണ്ടി ഉണ്ടായിരിക്കണം? എംപ്ലോയീസിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻസ്, അങ്ങനെ ഗ്രീവൻസുകളിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അതിനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ആരാ പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും they have 20 or more workmen, 20ഓ അതിൽ കൂടുതലോ വർക്ക്മെൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കണം? ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഒരു കമ്മിറ്റി അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണമെന്ന്. ആ കമ്മിറ്റി 20ഓ അതിൽ കൂടുതലോ ആളുകളുള്ള എംപ്ലോയീസ് ഉള്ളവരാണെങ്കിൽ അവിടെ ഒന്നല്ല 2 അല്ലെങ്കിൽ അധികമോ ആകാം ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റികൾ ഉണ്ടാക്കാം. അതൊന്നാമത്തെ
പോയിന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു നിയമം, ഒരു ആക്ടില് കുറെ കാര്യങ്ങൾ എഴുതി വെക്കാന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ പോളിസിയാണ്. അത് ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയീസിന് ഉണ്ടാകുന്ന പല ഡിസാറ്റിസ്ഫാക്ഷൻസും സോൾവ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഗ്രീവൻസുകളൊക്കെ റിസോൾവ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കാം. അത് സാധാ ബിസിനസ് ഓർഗനൈസേഷൻ ഇഫ് ദർ ഈസ് ഓൺലി ലെസ് ദാൻ 20 നമ്പർ ഓഫ് വർക്കേഴ്സ്, 20 വർക്കേഴ്സിൽ കുറവൊക്കെ ആണെങ്കിൽ ഒരു കമ്മിറ്റി മതി. പക്ഷെ അതിൽ കൂടുതലാണെങ്കിൽ ഒന്നിലധികം കമ്മിറ്റികൾ രൂപീകരിക്കാം എന്നാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിൽ ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം എംപ്ലോയർ ആൻഡ് ഓൾസോ എംപ്ലോയി ഷുഡ് ബി ദർ. എങ്ങനെ വേണം? എംപ്ലോയർ, അതായത് അതിനകത്ത് എന്താ പറയാ നമ്മുടെ എംപ്ലോയീസ് അല്ലാത്ത, എംപ്ലോയീസിനെ നിയമിക്കുന്ന എംപ്ലോയർമാരുണ്ടല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്ന എത്ര എണ്ണം പേരെയാണോ അത്രയും തന്നെ ഈക്വൽ നമ്പർ ഓഫ് എണ്ണം എവിടെ നിന്ന് എടുക്കണം? എംപ്ലോയീസ്. എന്നിട്ട് വേണം കമ്മിറ്റി രൂപീകരിക്കാൻ. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഒരു 5-10 പേരൊക്കെ അടങ്ങുന്നതിനെയാണ് നമ്മൾ കമ്മിറ്റി. നമ്മളുടെ പള്ളികളില് പെരുന്നാൾ വരുമ്പോ പെരുന്നാൾ കമ്മിറ്റി ഉണ്ടാക്കും. ഉത്സവങ്ങളില് അമ്പലങ്ങളില് ഉത്സവം വരുമ്പോ ഉത്സവ കമ്മിറ്റി ഫോം ചെയ്യാറുണ്ട്. സ്കൂളുകളില് ടീച്ചേഴ്സിന്റെയും PT, അതായത് പാരന്റ്സിന്റെയും ഒക്കെ കൂടി ചേർന്ന ഒരു കമ്മിറ്റി അല്ലെ, PTA എന്ന് പറയും നമ്മൾ അല്ലെ. അങ്ങനെ ഒരു കമ്മിറ്റി പല സ്ഥലത്തും കമ്മിറ്റീസ് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ കാര്യങ്ങൾക്ക് ആ കമ്മിറ്റിയിലൂടെ പല കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ഇന്ന ആളെ ഏൽപ്പിച്ചു, അവിടെ ഏൽപ്പിച്ചു, ഇവിടെ ഏൽപ്പിച്ചു ഒന്നും നടക്കാതെ പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ഓരോ കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ വർക്ക് ബേർഡൻ വരില്ല. പല ജോലികൾക്കും വലിയ എന്താ പറയാ ബേർഡൻ ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റീസ് രൂപീകരിക്കുക. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഡിസ്കംഫർട്ടും ഡിസാറ്റിസ്ഫാക്ഷനും ഡിസ്കണ്ടന്റ്മെന്റും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനാണ്. ആ കമ്മിറ്റിയിൽ നമ്മൾ എടുക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിനെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത്. എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് എത്ര പേര് എടുക്കുന്നു അത്രയും ഈക്വൽ നമ്പർ ഓഫ് എംപ്ലോയീസിൽ നിന്ന് ഭാഗത്തുനിന്നും എടുക്കണം അല്ലെ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2 ആളുകളെയാണ് നമ്മളുടെ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് എടുക്കണമെങ്കിൽ 2 ആളുകളെ തന്നെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും എടുക്കണം. അവിടെ തന്നെ തർക്കം വരാൻ പാടില്ല. അല്ലെങ്കിൽ 3 ആളുകൾ എംപ്ലോയേഴ്സിന്റെ ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ ഇനി ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ എംപ്ലോയർമാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടേതായ രീതിയിൽ അവര് എന്താ പറയാ ഒരു സൊല്യൂഷൻ അതിന് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ചിലപ്പോ ഇവരെ കൺസിഡർ ചെയ്യില്ല, എംപ്ലോയീസിന്റെ ആളുകളെ കൺസിഡർ ചെയ്യാതെ കൂടുതൽ പ്രിഫറൻസ് എംപ്ലോയർമാര് അവരിൽ നിന്ന് എടുക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ നമ്പർ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. 2 പോയിന്റ് നമ്മൾ പറഞ്ഞതാ. പിന്നെ നമ്മളൊരു പോയിന്റ് കൂടി പറഞ്ഞു, ദ ചെയർമാൻ ഷുഡ് ബി ഓൾസോ ദർ. നമുക്കറിയാം ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു ചെയർമാനോ ചെയർപേഴ്സണോ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എടുക്കുമ്പോഴും എംപ്ലോയറിനും എംപ്ലോയിക്കും അവിടെയും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ അല്ലെ. അപ്പൊ പക്ഷെ അങ്ങനെ എടുക്കുമ്പോ ഇപ്പൊ ആദ്യത്തെ കൊല്ലം ഈ കൊല്ലം എംപ്ലോയറുടെ ഭാഗത്തു നിന്നാണ് ഒരാളെ സെലക്ട് ചെയ്ത് ചെയർപേഴ്സൺ ആക്കിയതെങ്കിൽ നെക്സ്റ്റ് ഇയർ ദ പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിനാണ് കൂടുതൽ നമ്മൾ ഇത് കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. കാരണം അവരിൽ നിന്നാണ് ഒരാൾ ചെയർപേഴ്സൺ ആയിട്ട് എടുക്കുന്നത്. ദെൻ അടുത്ത വർഷം വീണ്ടും എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് ചെയർപേഴ്സൺ എടുക്കുന്നു. അതിന്റെ വീണ്ടും അടുത്ത വർഷം നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട് എടുക്കേണ്ടത് എംപ്ലോയീസിന്റെ ഭാഗത്ത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ബേസിസിൽ പോണത്. മനസ്സിലായോ? 3 പോയിന്റ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ? കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് 3 പോയിന്റ് ആണ്. എല്ലാവരും ഇവിടം വരെ എത്തിയാണ്. ഓ പറയും ആരുമില്ല പറയാൻ? ഓക്കെ, യെസ്. ഇനി അടുത്ത 4th പോയിന്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ ഒരു കമ്മിറ്റി ഉണ്ടാകും. കമ്മിറ്റിയിൽ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് ഈക്വൽ നമ്പർ ഓഫ് ആളുകൾ എടുക്കണം. എന്നിട്ട് ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ അതും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ബേസിസിൽ, റൊട്ടേഷൻ ബേസിസിൽ എംപ്ലോയി ഭാഗത്തു നിന്ന് ഇങ്ങനെ വേണം നമ്മൾ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാനായിട്ട്. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ റീഡ്രസൽ കമ്മിറ്റി, ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ മാക്സിമം എത്ര ആളുകൾ വേണം എന്നറിയാമോ? അത് 6, അതായത് 6ൽ കൂടുതലാവാൻ പാടില്ല. 6ൽ കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 6 നമ്പർ ഓഫ് മെമ്പേഴ്സ്. 6 അംഗങ്ങളിൽ ഒരിക്കലും കൂടാൻ പാടില്ല എന്നുള്ളതുണ്ട്. മനസ്സിലായി? 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി മാക്സിമം 6. 6ൽ കുറഞ്ഞാലും കുഴപ്പമില്ല, ചിലപ്പോൾ 2 പേരാകാം, 4 പേരാകാം. ഓക്കെ, അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷെ 6 പേരിൽ കൂടുതൽ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോഴും, ഈ 6 മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോഴും 1 woman member if the grievance redressal committee has 2 members. 2 ആളുകളുടെ കമ്മിറ്റിയാണ് ഗ്രീവൻസ് റിഡ്രസലിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അതില് വീണ്ടും പ്രിഫറൻസ് കൊടുക്കണം. അതിൽ വരുന്ന സ്ത്രീ ആയിരിക്കും, വുമൺ മെമ്പർ ആയിരിക്കും.
സ്ത്രീ ആയിരിക്കണം. അങ്ങനെ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? അപ്പൊ ടോട്ടൽ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പറഞ്ഞാൽ അത് ഷാൽ നോട്ട് എക്സീഡ് മോർ ദാൻ 6. 6 പേരിൽ കൂടുതലാകാൻ പാടില്ല എന്നുള്ളതും, ഇനി 6 പേരിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും 1 woman member should be there in grievance redressal committee if it has 2 members in the committee. കമ്മിറ്റിയിൽ 2 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൽ ഒരാളെ നമ്മൾ വുമണാക്കി തന്നെ തെരഞ്ഞെടുക്കണം. ആ വുമണിനെ തന്നെ തെരഞ്ഞെടുക്കണം ആ കമ്മിറ്റിയിലേക്ക്. ഇനി അതുപോലെ തന്നെ കൂടുതൽ എണ്ണം, ഇഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ 2 മോർ ദാൻ 2, ഇനി കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് വിമണിന്റെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അതായത് അതിന്റെ പ്രത്യേക അനുപാതത്തിൽ തന്നെ അത്രയും ഇൻക്രീസ് ചെയ്യാം. 2 പേരാണെങ്കിൽ ഒരാൾ വുമണാണ്, അപ്പൊ 4 പേരാണെങ്കിലോ 2 വുമണായിരിക്കും അല്ലെ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ പോകണം. 1:2, അതായത് 1 10, 2 പേരുണ്ടെങ്കിൽ ഒരാൾ വുമൺ, 4 പേരുണ്ടെങ്കിലും 2 ആൾ വുമൺ, അങ്ങനെ ആ രീതിയിലും ആയിരിക്കണം. സ്ത്രീകൾക്ക് ഇച്ചിരി പ്രിഫറൻസ് കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? 4ാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ? ഈ പോയിന്റുകളിൽ ചില കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറയും, അത് അണ്ടർലൈൻ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിരുന്നോ? പോയിന്റുകളിൽ മിക്കതും അണ്ടർലൈൻ ചെയ്യേണ്ടത് 1, 2, 3, 4 പോയിന്റും അണ്ടർലൈൻ ചെയ്യാനുള്ളത്. പറഞ്ഞില്ലാന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. 4 പോയിന്റിനകത്തും കുറെ കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ പറ്റിയ പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ആ 4 പോയിന്റ്, ആദ്യത്തെ 4 പോയിന്റും പിന്നെ ഒരെണ്ണം പറയാം. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ ആയല്ലോ? അടുത്തത് 5ാമത്തെ പോയിന്റ് ആണ്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ, the setting up of grievance redressal committee shall not affect the right of the workmen to raise industrial dispute on the same matter under the provisions of this act. ഇനി ഈ ആക്ട് പ്രകാരം നമ്മളുടെ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി എന്ത് ചെയ്യാണ്? അവര് സെറ്റ് ചെയ്യുമ്പോൾ, ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് അത്തരം കമ്മിറ്റികള് രൂപീകരിക്കുമ്പോൾ അത് ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ റൈറ്റ് ഓഫ് ദ വർക്ക്മെൻ. ഈ തൊഴിലാളികളുടെ, ജീവനക്കാരുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ അവകാശത്തിന് എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ളത് ആകരുത്. മാത്രമല്ല അവര് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് റേസ് ചെയ്യാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും നടത്താതിരിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം സെക്ഷൻസിൽ അങ്ങനെ പറയുന്നുണ്ട്, ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അത് അവിടുത്തെ ജോലിക്കാരുടെ അവകാശത്തെ നിഷേധിക്കുന്ന രീതിയിലോ അതിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലോ ആകരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ അവകാശത്തിനെതിരായിട്ടൊക്കെ പ്രവർത്തിച്ചാൽ എന്ത് പറ്റും? അവിടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, അവിടെ പലതരത്തിലുള്ള വ്യാവസായിക തർക്കങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പറയുന്ന ആക്ട് അതിനെ എന്താ പറയാ, പൂർവാധികം അത്തരം കാര്യങ്ങളെ എന്ത് ചെയ്തില്ല, പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റീസ് രൂപീകരിക്കുമ്പോൾ they have to protect the right of workmen, അവിടുത്തെ ജോലിക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? 5ാമത്തെ പോയിന്റ് അത്ര ഓർത്താൽ മതി. ദ സെറ്റിംഗ് അപ്പ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഷാൽ നോട്ട് അഫക്ട് ദ റൈറ്റ് ഓഫ് ദ വർക്ക്മെൻ. അത്രയും ഓർത്താൽ മതി. അവരുടെ അവകാശത്തെ എന്താ പറയാ, നമ്മുടെ വർക്ക്മെൻസിന്റെ, തൊഴിലാളികളുടെ അവകാശത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കരുത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ സെറ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും. എന്തെങ്കിലും പ്രൊവിഷൻസ്, എന്തെങ്കിലും നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ അത് അവരുടെ അവകാശങ്ങൾക്ക് എതിരാകരുത്. ക്ലിയർ ആയോ? 5ാമത്തെ പോയിന്റ് മനസ്സിലായോ? ഇത് പറയണേ, വേഗം ഒന്ന് തമ്പിടുകയാണെങ്കിൽ ഇടുക, അല്ലെങ്കിൽ പറയണമെങ്കിൽ പറയാം വീണ്ടും. അടുത്ത 6ാമത്തെ, ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി മേ കംപ്ലീറ്റ് ഇറ്റ്സ് പ്രൊസീഡിങ്സ്. ഇനി ഏതെങ്കിലും തരത്തിൽ പരാതികളോ പരിഭവങ്ങളോ ഒക്കെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി, അത് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതായത് ശ്രദ്ധയിൽപ്പെടുത്തണമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഗ്രീവൻസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവിടെ ആർക്കാണോ അത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ ആ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, അല്ലെങ്കിൽ കുറച്ച് ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ആയിരിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ, ഓതറൈസ്ഡ് പേഴ്സൺസിനെ അറിയിച്ച് അതിനുള്ള സൊല്യൂഷൻ നേടിയെടുക്കുക. അല്ലാതെ ഇങ്ങനെ അവിടെ തന്നെ ചുറ്റിക്കറക്കി അവിടെ ഇട്ട് തന്നെ ഇതിൽ തന്നെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചെറിയ കാര്യത്തെ വലുതാക്കി പെരുപ്പിച്ച് വലിയ ഇഷ്യൂ ആക്കി മാറുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ മാത്രമല്ല,
എന്താ പറയാ ആ ഗ്രീവൻസ് അവിടെ പരിഹരിക്കപ്പെടുന്നുമില്ല. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവർ അത് അറിയിക്കണം. അതിന് വേണ്ടപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഇഫ് they come to notice that such a discontentment or dissatisfaction arise among the employees within 30 days on the written receipt of the application on behalf of the aggrieved party, and the aggrieved party, that means the employees, ഈ പറയുന്ന ഏതെങ്കിലും രീതിയിൽ ഇതിന് സാക്ഷികളാകേണ്ടി വരുന്ന എംപ്ലോയീസ് ഇല്ലേ, അവര് റിട്ടേൺ പരാതികളൊക്കെ കൊടുക്കും കമ്മിറ്റിക്ക്. ആ കിട്ടുന്ന ആ എന്താ പറയാ കംപ്ലൈന്റുകൾ കിട്ടുന്ന ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി അതിന്റെ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തോളണം. എന്ന് വെച്ചാൽ ഗ്രീവൻസ് അതിനെ റീഡ്രസൽ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നടപടികൾ തീർച്ചയായിട്ടും എടുത്ത് സ്വീകരിച്ച് അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഏകദേശം 30 ദിവസം ഒരു കാലതാമസം കൊടുത്തിരിക്കുന്ന അതിനുള്ളിലെങ്കിലും അത് മാക്സിമം അതിന്റെ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? അല്ലെങ്കിൽ കമ്മിറ്റിയുടെ കയ്യിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു എംപ്ലോയീസിനെ സംബന്ധിക്കുന്നത്, ഓക്കെ അത് വായിച്ചു നോക്കി, അതിനിപ്പോ അവിടെ ഇരിക്കട്ടെ, എപ്പോഴെങ്കിലൊക്കെ അതിനെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി അവിടെ വെച്ചിട്ട് കാര്യമില്ല. അതിന് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ബാക്കി ഭാഗത്ത്. അപ്പൊ വാട്ട് എവർ ഇറ്റ് ഈസ് ടു ബി ഡൺ, അതിനുള്ള കാര്യങ്ങൾ തുടക്കമേ തന്നെ അതൊക്കെ റിസീവ് ചെയ്യുന്നത്. അല്ലാതെ ഈ എന്താ പറയാ എംപ്ലോയീസിന്റെ മനസ്സിൽ മുഴുവൻ തൃപ്തിക്കുറവും താല്പര്യക്കുറവും അവിടെ അടങ്ങുന്നു കൂടിയാൽ നമ്മൾ പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ എഫക്ട് എന്താണെന്നറിയോ? ഇറ്റ് അഫക്ട്സ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എംപ്ലോയീസ്. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കുറയും. എന്റെ മനസ്സിൽ കുറെ വിദ്വേഷവും വൈരാഗ്യം, എന്താണ് നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷൻ നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല, നമുക്കുള്ള ചില കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിന് there is no reaction, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഇല്ല, ഒരു റിയാക്ഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ മനസ്സിൽ കിടന്ന് അതിങ്ങനെ എന്താ പറയാ വലുതായി വെറുപ്പും ഇതൊക്കെ ആയിട്ട് അനുഭവപ്പെടും. അത് മാത്രമല്ല, അത് നമ്മളുടെ ജോലിയെ ബാധിക്കും. ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ് വാട്ട് എവർ വി ആർ ഡൂയിങ്. എന്ത് ജോലി ചെയ്യുമ്പോഴും അത് എപ്പോഴും അവിടെ നമ്മുടെ മനസ്സിൽ മുഴുവൻ അത് കിടക്കാണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പെർഫെക്റ്റ്നെസ് ഉണ്ടാവില്ല അല്ലെ, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആണ് പറയുന്നത് എത്രയും പെട്ടെന്ന് വിതിൻ 30 days ആ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തോളണം നമ്മുടെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, 6ാമത്തെ കേട്ടോ. അപ്പൊ 1, 2, 3, 4 പിന്നെ 6. അടുത്ത 2 പഠിക്കണ്ട, ഇത് കാണാതെ ഒന്നും പഠിക്കാനുള്ള കാര്യമൊന്നുമില്ല അത്. യെസ്, അടുത്തത് എന്താണ്? ദ വർക്ക്മെൻ, ദാറ്റ് മീൻസ് ഹു ഈസ് അഗ്രീവ്ഡ് പാർട്ടി. നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ ഡിസ്കണ്ടന്റ്മെന്റ് ഒക്കെ ഉള്ള വർക്ക്മാൻ അല്ലെങ്കിൽ വർക്ക്മാൻ, അതായത് ഒരാളാവാം കുറച്ചധികം പേരൊക്കെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരുടെ എന്താ പറയാ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി മേ പ്രിഫർ ടു അപ്പീൽ ദ എംപ്ലോയർ അഗൈൻസ്റ്റ് ദ decision of grievance redressal committee, and employer shall within 1 month from the date of receipt of such appeal dispose of the same and send a copy of his decision to the workman concerned. അതായത് ചിലപ്പോഴില്ലേ ഈ നമ്മളുടെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം, നമ്മളുടെ ഇവിടെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ട് വിചാരിക്കാം. എംപ്ലോയീസിന് ഉണ്ടാകുന്ന ചില വർക്കിംഗ് കണ്ടീഷൻസിനെ സംബന്ധിക്കുന്ന ചില പരാതികളും പരിഭവങ്ങളും നമ്മുടെ കമ്മിറ്റീനെ അറിയിച്ചു. ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലെ കൊടുത്തത്, ഞങ്ങൾക്ക് ഇന്ന സാഹചര്യത്തിൽ ജോലിയായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളുടെ കംഫർട്ട്നെസിന്റെ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ അത്ര കംഫർട്ട് അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എംപ്ലോയീസ് ഒക്കെ കൂടി എന്ത് ചെയ്യണം, ഒരു ഇതൊക്കെ എഴുതി കംപ്ലൈന്റ് ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്തിട്ട് നമ്മൾ കമ്മിറ്റിയിൽ കൊടുക്കുകയാണ്. അപ്പൊ കമ്മിറ്റി അതൊക്കെ അനലൈസ് ചെയ്ത് നോക്കി അതിന്റെ വിശദീകരണങ്ങളൊക്കെ തേടി ആളുകളോടൊക്കെ ചോദിച്ചു. അതിനുശേഷം സം സൊല്യൂഷൻ, അവരൊരു സൊല്യൂഷൻ അതിനു വേണ്ടി കണ്ടെത്തി. പക്ഷേ ആ സൊല്യൂഷനില് അവർ നമ്മളെ അറിയിക്കുകയാണ്, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു പരിഹാരം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ അറിയിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡിസിഷൻ ഓഫ് ദ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി. പക്ഷെ നമുക്ക് അവർ തന്ന ആ ഒരു എന്താ പറയാ സൊല്യൂഷനിൽ നമുക്ക് അത്ര വലിയ തൃപ്തി തോന്നിയില്ല എങ്കിൽ നമുക്ക് അപ്പീൽ പോകാം. ആർക്ക് അപ്പീൽ പോകും? പിന്നെ അവിടേക്ക് ഇനി പോകാനുള്ളത് എംപ്ലോയർക്ക്. ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് കമ്മിറ്റി അറിയിച്ചു, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി അറിയിച്ചു, പക്ഷെ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദയർ സൊല്യൂഷൻ. പക്ഷെ അവരുടെ എന്താ പറയാ സൊല്യൂഷനിൽ പരിഹാരത്തിൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എംപ്ലോയർക്ക് അപ്പീൽ പോകാനുള്ള കാര്യമുണ്ട്. ആ അപ്പീലിന് പോയി കഴിഞ്ഞാൽ എംപ്ലോയർ ഹു റിസീവ്സ് ദാറ്റ് കംപ്ലൈന്റ് അവരുടെ കയ്യിൽ എംപ്ലോയറുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ
അത് കിട്ടുന്ന അന്ന് മുതൽ ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് അപ്പീൽ കിട്ടുന്ന അന്ന് മുതൽ 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഗ്രീവൻസുകൾ ഇനി അതിനുശേഷമുള്ള 1 മന്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് ആ ഗ്രീവൻസുകൾ ഇല്ലാതാക്കാൻ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ഓൾസോ ഡിസ്പോസ് ചെയ്തു എന്ന് അറിയിച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ നല്ല രീതിയിൽ കണ്ടെത്തി എന്നുള്ളത് അറിയിച്ചിട്ട് വർക്ക്മെന്റിന് അതിന്റെ ഒരു കോപ്പിയും സെൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ്, workmen if they are not agreed or satisfied with the solution of grievance redressal committee യുടെ പരിഹാരത്തിൽ സൊല്യൂഷനിൽ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് അത്രയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ എംപ്ലോയർക്ക് ഒരു അപ്പീൽ പോകാൻ വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. എന്നാൽ നമ്മുടെ എംപ്ലോയർ അത് കിട്ടുന്നത് ആ റെസിപ്റ്റ് ഓഫ് സച്ച് അപ്പീൽ കിട്ടുന്നതിന്റെ 1 മാസത്തിനുള്ളിൽ ആ ഗ്രീവൻസുകളെ ഡിസ്പോസ് ചെയ്യുകയും അതിന്റെ ഒരു കോപ്പി വർക്ക്മെന്റിന് സെൻഡ് ചെയ്യുകയും വേണം. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് 1, 2, 3, 4, 6 ആണ് പഠിക്കാനുള്ള പോയിന്റുകളിലുള്ളത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് nothing contained in this section shall apply to the workman for whom there is an established grievance redressal mechanism in the establishment concerned. ഇനി എന്താ പറയുക, ഈ സെക്ഷനിൽ എന്താ പറയാ, എല്ലാ എംപ്ലോയീസും അതായത് ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം പ്രകാരം എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായി? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമ്മളുടെ എംപ്ലോയീസ് ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും എല്ലാവർക്കും എന്നും അതിന് ബാധകമാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ വർക്ക്മെൻസിനെയും ബാധിക്കുന്നതാണ്. അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ പറയുന്ന സെക്ഷൻ 9C ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എഴുതി വെച്ചിരിക്കുന്ന ഓരോ പോയിന്റുകളും ഓരോ കാര്യങ്ങളും അതിനകത്തുള്ള പ്രൊവിഷൻസ് ഒക്കെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി വർക്ക്മെന് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് കൺസേൺ ചെയ്തിരിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? എല്ലാ വർക്ക്മെൻസിനെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണെന്ന്. ക്ലിയർ ആയോ? ഓക്കെ. സോ നിങ്ങൾ ഇതിനകത്ത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന്റെ അത് ഭാഗമൊന്നും നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ വന്നത് 1, 2, 3, 4, 6 എന്ന് പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ്, എങ്ങനെയൊക്കെയാണ് ഗ്രീവൻസുകളെ ഇല്ലാതാക്കുന്നത്, പരിഹരിക്കുന്നത്, അതിന്റെ മെത്തേഡുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ലെറ്റ്സ് സീ ഏതൊക്കെയാണ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. അടുത്തത് മീഡിയേഷൻ, പിന്നെ കോൺസിലിയേഷൻ, ആർബിട്രേഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ. ഇങ്ങനെ 5 രീതിയിൽ നമ്മുടെ ഗ്രീവൻസുകളെ പരിഹരിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യും. എല്ലാവരും ഒരേ രീതിയിലാവണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഏത് സാഹചര്യങ്ങളും മറ്റേ ചുറ്റുപാടും ഒക്കെ മനസ്സിലാക്കി എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്ത് they can use any of these 5 methods. ഇതിൽ ഏതെങ്കിലും മെത്തേഡുകൾ എന്ത് ചെയ്യാം, അവലംബിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഗ്രീവൻസ് റീഡ്രസലിന് വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേത് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും തരത്തില് എംപ്ലോയീസിന് ഇഫ് ദേ ഹാവ് സം ഗ്രീവൻസസ്, എംപ്ലോയീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംതൃപ്തി കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാവരെയും കൂടി ഒരുമിച്ച് ഇരുത്തിയിട്ട് റിസോൾവ് ചെയ്യാം. എന്ന് വെച്ചാൽ അവരെ തന്നെ എല്ലാവരെയും കൂട്ടിയിരുത്തുക, അല്ലെങ്കിൽ എല്ലാവരും അവരെ ചിലപ്പോൾ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് അവരെല്ലാവരും കൂടി കൂട്ടിയിരുത്തിയിട്ട് ഇഷ്യൂസ് ഒക്കെ സംസാരിച്ച് അങ്ങോട്ടൊക്കെ പറഞ്ഞു പറഞ്ഞു ഒക്കെ മനസ്സിലാക്കി റിസോൾവ് ചെയ്യും. അങ്ങനെ ഒരു പരിഹാര രീതി. വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, വളരെ നൈസ് ആയിട്ട് അതിനെ അങ്ങോട്ട് ഇല്ലാതാക്കാം, കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് കളക്റ്റീവ് ബാർഗൈനിങ്. അവരുടേതായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വിളിച്ചിരുത്തില്ല. അതൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊക്കോളും. അല്ലെങ്കിലും ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ അവർ ചെറുതിലെ തന്നെ പരിഹരിക്കുന്നത് നല്ലത് അല്ലെ. ദിവസങ്ങൾ കഴിയും തോറും അതിന് വലിപ്പം വർദ്ധിക്കും, അതിന്റെ സീരിയസ്നെസ് കൂടും അല്ലെ. അത് കുറച്ചുകൂടി വേഴ്സ്റ്റ് കണ്ടീഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെ. മുള്ളുകൊണ്ട് എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ തുമ്പക്കെടുക്കേണ്ടത് വരെ നോക്കിയെന്നാല് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പറയുന്നത്. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റിസോൾവിംഗ് ഗ്രീവൻസ്. ഗ്രീവൻസ് റിസോൾവ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് കളക്റ്റീവ് ഗ്രീവൻസ്. കളക്റ്റീവ് ഗ്രീവൻസിൽ എങ്ങനെയാണ് ഗ്രീവൻസ് റിസോൾവ് ചെയ്യുന്നത്? ഇഷ്യൂസ് ഓഫ് വേരിയസ് എംപ്ലോയീസ് ഒരുമിച്ച് ടുഗദർ ആണ്, റിസോൾവ് ടുഗദർ. ഒരുമിച്ച് എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ട് കണ്ട് അറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് റിസോൾവ് ചെയ്യും. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ.
മനസ്സിലായോ? ഓക്കെ, യെസ്. രണ്ടാമത്തേത് എന്താണ്? മീഡിയേഷൻ ആണ്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വോളണ്ടറി ഹാൻഡ്ലിംഗ് മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ആണ്. ഒരു സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. അതായത് നമ്മളൊരു ഫോർമൽ ഒരു രീതിയിൽ കുറച്ചുകൂടി നമ്മുടെ ഫസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗനിങ് പോലെയല്ല, കുറച്ചുകൂടി ഒരു ഫോർമൽ പ്രൊസീജിയറാണ്. കുറച്ചുകൂടി ഔപചാരികമായിട്ടുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു, ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യുന്നു. ഇവിടെ ഈ ഇങ്ങനെ ഒരു ഔപചാരികമായ രീതിയിൽ നമ്മൾ ഇത്തരം ഗ്രീവൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്നറിയാം? ഇതൊരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ലാത്ത രീതിയിലായിരുന്നു. ഇത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ രണ്ടാളുകൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പരസ്പരം എന്താ പറയാ, അത് കാര്യങ്ങൾ കണ്ടു കേട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അല്ല, അതിനിടയ്ക്ക് ഒരു ഇടനിലക്കാരൻ അങ്ങോട്ട് കയറി വന്നാലോ ആ സിറ്റുവേഷൻ വേസ്റ്റ് ആകാനാണ് സാധ്യത. ചില കാര്യങ്ങളിൽ കോംപ്രമൈസിന് ആൾക്കാരെ കൊണ്ടുവരാറില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ കോംപ്രമൈസിന് ആളുകളെ കൊണ്ടുവന്ന ആ കോംപ്രമൈസിന് ആളുകൾ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ടോ? ചില കാര്യങ്ങൾക്കൊക്കെ നമ്മള് എന്താ പറയാ, ഇപ്പൊ പല സിറ്റുവേഷൻസിൽ ജോലിക്കാർ തമ്മില്, ഒരു വീട്ടിലുള്ള ആളുകൾ തമ്മില് പല രീതിയിലുള്ള ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അത് സ്വയം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി അത്തരം ഇഷ്യൂസിനെ എന്താ പറയാ, നമ്മള് നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് അത്തരം ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതല്ലേ നല്ലത്? അല്ലെ, മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അല്ല, ഇത് വേറെ ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്നും ഒന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടിയെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ എന്താ പ്രത്യേകത? അതിലൂടെ അറിയാം നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന്, അല്ലെ? അതല്ലേ അതിനേക്കാൾ നല്ലത് ഏത് തന്നെയാ? നമുക്കകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മറ്റുള്ളവരെ ഉൾപ്പെടുത്താതെ. ഇതാണ് മീഡിയേഷൻ എന്ന് പറഞ്ഞൊരു വോളണ്ടറി ഹാൻഡ്ലിംഗ് ഓഫ് ഗ്രീവൻസ് ആണ്. ഗ്രീവൻസുകളെ നല്ല രീതിയിൽ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സ്വമേധയാ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ഓപ്റ്റിംഗ് ആൻഡ് അൺബയാസ്ഡ് റീഡ്രസൽ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടീനെ നമ്മള് എന്താ പറയാ ഉൾപ്പെടുത്താതെ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ പ്രകാരം എന്ത് ചെയ്യുന്നു, ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നു. എന്താണ് പറഞ്ഞത്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓപ്റ്റിംഗ് ആൻഡ് അൺബയാസ്ഡ് തേർഡ് പാർട്ടി റിഡ്രസൽ. നമ്മളൊരു വേറൊരാളെ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് അവരെ വെച്ചിട്ട് നമ്മളുടെ ഈ പറയുന്ന ഗ്രീവൻസുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് പോലെ കൊണ്ടുവരുന്ന ഒരാൾ, അവരെ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വോളണ്ടറി ആയിട്ട് ഒരു ഫോർമൽ പ്രൊസീജിയറിലൂടെ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നു. ആ ഒരു രീതിയാണ് നമ്മൾ മീഡിയേഷൻ എന്ന് വിളിക്കുക. തേർഡ് പാർട്ടീനെ ഉൾപ്പെടുത്തുമ്പോൾ വേറൊരു മെത്തേഡായി അത് അടിയിൽ വരുന്നുണ്ട്, ആർബിട്രേഷൻ. 4ാമത്തെ പോയിന്റിൽ വരുന്നുണ്ട് തേർഡ് പാർട്ടീനെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇവിടെ തേർഡ് പാർട്ടിക്ക് അവസരം കൊടുക്കുന്നതിന് മുൻപേ പരമാവധി നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം. എന്ന് വെച്ചാൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഇഫ് ദ എംപ്ലോയീസ് ഹാവ് സം ഗ്രീവൻസസ്, എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവൻസുകൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ആ കമ്മിറ്റിക്കാര് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി എന്ത് ചെയ്യണം? പരമാവധി അവരെ വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഫോർമൽ പ്രൊസീജിയറിലൂടെ വലിയ കാര്യമായിട്ടുള്ള ഔദ്യോഗികമായ വലിയ പ്രശ്നത്തിനൊന്നും ഇല്ലാതെ ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, കേൾക്കുന്നു, പറയുന്നു, അതൊക്കെ തന്നെ. ഓക്കെ, അത് റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ തേർഡ് പാർട്ടിയെ ഉൾപ്പെടുത്താണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടും കോംപ്രമൈസിൽ കൊണ്ടുവരുന്ന ഗ്രീവൻസുകളെ റിസോൾവ് ചെയ്യുന്ന രീതികളുണ്ട്. നമ്മൾ പഠിക്കാൻ പോകാൻ അടുത്തത്. ഓക്കെ, മീഡിയേഷൻ മനസ്സിലായോ? പറയുന്ന സെന്റൻസിന്റെ അത്രയും ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഫസ്റ്റ് ആ ഒരു സെന്റൻസേ ഉള്ളൂ. അടുത്ത മീഡിയേഷൻ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം മീഡിയേഷനിലെ. പറയട്ടെ, അടുത്തത് കോൺസിലിയേഷൻ ആണ്. അടുത്തത് കോൺസിലിയേഷൻ. ഇത് നമ്മുടെ കോൺസിലിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ബൈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ILO ഈ നമ്മുടെ കോൺസിലിയേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എത്താൻ നോക്കാം. അപ്പൊ കോൺസിലിയേഷൻ മറ്റൊരു രീതിയാണ്. ഗ്രീവൻസ് റിഡ്രസലിന്റെ മറ്റൊരു മെത്തേഡാണ് കോൺസിലിയേഷൻ. According to International Labour Organization, conciliation is the practice by which the services of a neutral third party are used in a dispute
as a means of helping the disputing parties to reduce the extent on their differences and to arrive at an amicable settlement or agreed solution. എന്താണത്? അതായത് കോൺസിലിയേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രകാരം കോൺസിലിയേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയും കൂടി ആ ഒരു ഡിസ്പ്യൂട്ടിനകത്തേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ എംപ്ലോയീസ് ഇഫ് ദേ ഹാവ് സം ഗ്രീവൻസസ് ഓർ ഡിസ്പ്യൂട്ട്സ് എമംഗ് ദംസെൽവ്സ്, എ തേർഡ് പാർട്ടി, അതും എങ്ങനെയുള്ളത്? ന്യൂട്രൽ തേർഡ് പാർട്ടി. എന്താ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ രണ്ടും ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളല്ല ന്യൂട്രൽ എന്ന് പറയുന്നത്. നമ്മള് ന്യൂട്രൽ, വണ്ടി ന്യൂട്രലോടും അല്ലേ? എങ്ങനെയത് ന്യൂട്രലോടെന്ന് നമുക്ക് അറിയാലോ അല്ലെ? അവിടെ ഇവിടെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ. അപ്പൊ ഇവിടെ അങ്ങനെയാണ്, എംപ്ലോയറെ സപ്പോർട്ട് ചെയ്യുകയോ എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലാത്ത ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ഡിസ്പ്യൂട്ട്സുകളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റുന്നു. അങ്ങനെ ഒരു അമിക്കബിൾ ഒരു എന്താ പറയാ രീതിയിൽ, അമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ പറയാ അതിന്റെ മലയാള വാക്ക്, ഒരു എന്താ പറയാ ഒരു ഫ്രണ്ട്ലി മാനറിന്, ഒരു എന്താ പറയാ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ അത്തരം ഗ്രീവൻസുകളെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ്. അപ്പൊ ന്യൂട്രൽ പാർട്ടി ആയിട്ട് നിൽക്കുന്നു, മനസ്സിലായോ? അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും തരത്തിലും ഗ്രീവൻസ് സെറ്റിൽ ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് വിളിക്കുക? കോൺസിലിയേഷൻ എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുക. കോൺസിലിയേഷൻ എന്താണെന്നുള്ളത് ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, അവിടെ വരുന്നത് അണ്ടർലൈൻ ചെയ്യാം. എഗ്രീഡ് സൊല്യൂഷൻ വരെ. ആർക്കെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സൗഹൃദപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയെ ഉപയോഗിച്ച് അത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ കാര്യം. ക്ലിയർ ആയോ? ന്യൂട്രൽ തേർഡ് പാർട്ടി ആയിരിക്കണം മാത്രം. എന്നുവെച്ചാൽ എംപ്ലോയീസിന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എംപ്ലോയീസിന് വേണ്ടി വാദിച്ച് അതെ എംപ്ലോയീസിന്റെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കുള്ളൂ. അങ്ങനെ പാടില്ല. അല്ലെങ്കിൽ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള ഒരാളാണെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്തേ നിൽക്കുള്ളൂ. അപ്പൊ ചില എംപ്ലോയീസിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല, അവരുടെ തർക്കങ്ങൾ ഒഴിയില്ല. അതുകൊണ്ടാണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉപയോഗിച്ച് ഡിസ്പ്യൂട്ട്സ് എന്താ പറയാ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അത് ഞാൻ നമ്മള് കോൺസിലിയേഷൻ എന്ന് വിളിക്കുക. സി അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന കാര്യം ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഒരു കോൺസിലിയേറ്റർ, ദാറ്റ് മീൻസ് ദ തേർഡ് പാർട്ടി, ആ കോൺസിലിയേറ്ററെ എന്റെ ഇടയിൽ എത്തും. അപ്പൊ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ആരോടൊക്കെ സംസാരിക്കും? എംപ്ലോയറോടും എംപ്ലോയിയോടും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അവരെ ഡിസ്കസ് ചെയ്ത് പല കാര്യങ്ങളും ചോദിച്ച് പറഞ്ഞു ഇങ്ങനെ മനസ്സിലാക്കി ഈ ന്യൂട്രൽ ആയിട്ടുള്ള തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ചെയ്യുന്ന ആള് അതൊരു എന്താ പറയാ കോൺസിലിയേറ്റർ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കോൺസിലിയേറ്റർ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് അബൌട്ട് ദ റേഷണൽ ആൻഡ് ഓർഡർലി ഡിസ്കഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. ആരൊക്കെയാണോ തർക്കത്തിൽ വന്നിരിക്കുന്നത്, അത്തരം ഗ്രീവൻസുകൾ ഫേസ് ചെയ്യുന്നവരാരാണോ അവരെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരോട് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യുക? ഈ ഡിസ്പ്യൂട്ട്സ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആയോ? ഇനി അപ്പൊ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു ആളെ ഉൾപ്പെടുത്തിയിട്ട് ഇത്തരം എന്താ പറയാ ഗ്രീവൻസുകൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടീസിന്റെയും കാര്യങ്ങളൊക്കെ കേൾക്കണം നമ്മുടെ കോൺസിലിയേറ്റർ. എംപ്ലോയറുടെ ഭാഗത്തും എംപ്ലോയിയും തമ്മിലുള്ള എന്താ പറയാ ഒരു ഡിസ്പ്യൂട്ട് ആണ്, തർക്കമാണെങ്കിൽ രണ്ടു കൂട്ടരുടെയും ഭാഗങ്ങൾ കേൾക്കണം. എംപ്ലോയിയും തമ്മിലുള്ള തർക്കങ്ങളാണെങ്കിൽ ആ രണ്ടു കൂട്ടരുടെയും കാര്യങ്ങൾ കേൾക്കണം. എന്നിട്ടാണ് ദേ ഹാവ് ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട്സ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് തന്നെ എന്നിട്ട് അത്തരം തർക്കങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. കാരണം ഇത്തരം തർക്കങ്ങൾ നിലനിന്നാൽ അത് പോകെ എന്തിലേക്ക് നയിക്കും? എന്തിലേക്ക്? ലോക്ക് ഔട്ട്, സ്ട്രൈക്ക്, മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ in order to avoid lockouts, strikes, etc. Lockout strike ഒക്കെ കുറയ്ക്കാനൊക്കെ as soon as possible എന്ത് ചെയ്യണം? dispute should be dissolved. ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യാനായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് ഇതില് കോൺസിലിയേഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? അതാണ് കോൺസിലിയേഷന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. The main motive behind the method is to behind which methods? ഏത് മെത്തേഡാ? ദിസ് മെത്തേഡ് എന്ന് പറഞ്ഞേക്കണം. ഏത് മെത്തേഡാണ്? കോൺസിലിയേഷൻ. ഓർക്കണേ, ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. The main motive behind conciliation method is to resolve the disputes as soon as possible in order to avoid lockouts, strikes, etc. or to reduce its duration if it happens. അതായത് സ്ട്രൈക്ക്, ലോക്കൗട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും അതിന്റെ ദൈർഘ്യം കുറയ്ക്കാനും
ലോക്കൗട്ട് ഒക്കെ ചിലപ്പോൾ മാസങ്ങളോടൊക്കെ നീണ്ടു ചിലയിടത്തൊക്കെ. അപ്പൊ അതൊക്കെ അതിന്റെ ഡ്യൂറേഷനുകൾ കുറയ്ക്കാൻ പറ്റുമല്ലോ. ഒരു മാസം നീളാൻ പോയത് നമ്മൾ ചിലപ്പോ ഒരാഴ്ച കൊണ്ട് അത് അവസാനിപ്പിച്ചു, ശരി സമരമൊക്കെ തീർന്നു, എല്ലാവരും വീണ്ടും ജോലിക്ക് കയറും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺസിലിയേഷൻ പോലെയുള്ള ഒരു ഇതില് നമ്മൾ തേർഡ് പാർട്ടീസിനെ ഉൾപ്പെടുത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇല്ലാതാക്കുന്നു. അപ്പൊ ഇത്തരം സ്ട്രൈക്സും ലോക്കൗട്ട്സ് ഒക്കെ കുറയ്ക്കാനും ഇല്ലാതാക്കാനും അതിന്റെ എന്താ പറയാ ലെങ്ത് ഡ്യൂറേഷൻ കുറയ്ക്കാനൊക്കെ പറ്റും. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? യെസ്. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ആണ് അടുത്ത ഗ്രീവൻസ് റിഡ്രസൽ മെത്തേഡിൽ വരുന്നതാണ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ ഓൾസോ ഈസ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അൺബയാസ്ഡ് തേർഡ് പാർട്ടി. ഇവിടെ അൺബയാസ്ഡ് തേർഡ് പാർട്ടിയെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പല പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത്, സോൾവ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു ഇംപാർഷ്യൽ സൊല്യൂഷൻ, ആർബിട്രേഷൻ എന്ന് പറയുന്നതിനകത്തെ എന്തുണ്ടാവില്ല, തേർഡ് പാർട്ടീനെ ഉൾപ്പെടുത്തി തന്നെ പല ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ നോക്കും. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് കൺഫ്യൂസ്ഡ് വിത്ത് ദ ഫോർമൽ കോർട്ട് സിസ്റ്റം. അതായത് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എന്താ പറയാ, എപ്പോഴും ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവർ എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റം പോലെ, ഒരു സാധാരണ രീതിയിലുള്ള ഒരു കോടതി വിധിയൊക്കെ അങ്ങനത്തെ പോലെ സാധാ രീതിയിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിനെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊക്കെ ചിലപ്പോ ചില ഒരു എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടി വരും. അതാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. തേർഡ് പാർട്ടിയെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്, പക്ഷെ ഒരു ഇംപാർഷ്യൽ സൊല്യൂഷൻ ആയിരിക്കും ഈ പറയുന്ന ആർബിട്രേഷനിൽ നിന്നുകൂടെ കിട്ടുക, ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിന്റെ ബേസിസിൽ കിട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ പുറത്തുനിന്ന് തേർഡ് പാർട്ടീസിനെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, പക്ഷെ ആ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് ആർക്ക് ഫേവർ ചെയ്തോ എന്നുള്ള രീതിയിലാകില്ല. അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ എന്താ പറയാ, അതിന്റെ തൊട്ടടുത്ത് അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ ഉണ്ട്. ആർബിട്രേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാകുന്ന അഡ്ജുഡിക്കേഷൻ. ഇവിടെയും എന്താ പറയാ, അത് രണ്ടും കൂടി എന്താ പറയാ, നിങ്ങളത് കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനകത്തും അതെ തേർഡ് പാർട്ടി ഇല്ല, പക്ഷെ ഇതൊരു കുറച്ചുകൂടി ഒരു ഫോർമൽ ഗവൺമെന്റ് സിസ്റ്റം ആണ്. കാരണം ഇത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ആയിരിക്കും ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല, പ്രൈവറ്റ് എനി വൺ ആരെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടീസിനെ കൊണ്ടുവന്ന് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. മനസ്സിലായി? അതാണ് ആർബിട്രേഷൻ. എങ്കിൽ അഡ്ജുഡിക്കേഷൻ അങ്ങനെയല്ല, ഗവൺമെന്റ് എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു തേർഡ് പാർട്ടീനെ ഇന്റർഫിയർ ചെയ്ത് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രീവാൻസുകൾ റിസോൾവ് ചെയ്യുന്നു. അത് ഗവൺമെന്റ് എംപ്ലോയി തന്നെയായിരിക്കും. അപ്പൊ അവര് എന്താ പറയാ നമ്മളുടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. ആൻഡ് ഓൾസോ അവര് എന്താ പറയാ അവരുടെ ഡിസിഷൻസ് ബൈൻഡിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വിലക്കെടുക്കേണ്ട ഡിസിഷൻസ് ആണ്. മറ്റേതില് ഡിസിഷൻ നമുക്ക് വിലക്കെടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം പ്രൈവറ്റ് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു തീരുമാനം എടുത്തതാണ്. അപ്പൊ അവിടെ നമുക്ക് വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കില്ല. കാരണം എന്താ, അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കോടതി വിധി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആണ് അല്ലെ അങ്ങനെയൊക്കെ വിധി പറയുക. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫോർമൽ രീതിയിലായിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുമ്പോ ചിലപ്പോൾ അതൊരു എന്താ പറയാ ഗുഡ് ഡിസിഷൻ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ കമ്പൽസറി ആവൂല ആ ഒരു ഡിസിഷൻ തീരുമാനം, ചിലപ്പോൾ വീണ്ടും ഒന്ന് മാറ്റേണ്ടി വരും. പക്ഷെ ഇവിടെ ഗവൺമെന്റ് അപ്പോയിന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അങ്ങനെയുള്ള തേർഡ് പാർട്ടീസിനെയാണ് നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നതെങ്കിൽ ഡിസിഷൻസ് വളരെ ബൈൻഡിങ് ആണ്. അതെന്തായാലും സ്വീകരിക്കാൻ എല്ലാവരും എന്ത് ചെയ്യണം, തയ്യാറാകണം. സോ ദ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ഈസ് ആസ്ക്ഡ് ടു ബിഫോർ റെഫറിംഗ് ദ ഗ്രീവൻസ്. ഗ്രീവൻസ് ഒക്കെ റെഫർ ചെയ്യുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരുടെയും എന്ത് ചെയ്യും, സമ്മതം ചോദിക്കും. അഡ്ജുഡിക്കേഷൻ വേണോ, നിങ്ങൾക്ക് ശരിയാണോ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യേണ്ടി വരും എങ്ങനെ വന്നാലും. അത് ചിലപ്പോ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ എംപ്ലോയറിനെ സപ്പോർട്ട് ചെയ്യുന്നതാക്കിയ സ്റ്റെപ്പ് എംപ്ലോയിനെ അത് ഏതെടുക്കാനാണെങ്കിലും നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ രീതിയിലാണ് അഡ്ജുഡിക്കേഷൻ നടക്കുന്നത്. ഗവൺമെന്റ് എംപ്ലോയി ആണ്, അവർ പറയുന്ന ഡിസിഷൻസ് ഹാവ് ടു വാല്യൂ, അത് വാല്യൂബിൾ ആകണം, അത് ബൈൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മാറ്റം പിന്നെ വരുത്താൻ ചെയ്യാം. മറ്റേ ആർബിട്രേഷനിൽ അങ്ങനെയല്ല, ആർബിട്രേഷനിൽ ഡിസിഷൻസ് കമ്പൽസറി ഇല്ല. കാരണം they can also make changes in that decision. ആ ഡിസിഷനിൽ മാറ്റം വരുത്താൻ പറ്റും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്, ആർബിട്രേഷനും അഡ്ജുഡിക്കേഷനും. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, യെസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, പറയാം. ആദ്യത്തേല് നാലാമത്തേല് ദിസ് പ്രോസസ് എന്ന് പറഞ്ഞ എല്ലാം പഠിക്കേണ്ടത്. ആർബിട്രേഷൻ is a process of grievance handling takes place with the help of
unbiased third party which studies the issues and provides the party an impartial solution. അവിടെ വരെ മതി ട്ടാ. impartial solution വരെ. ആർബിട്രേഷനില് impartial solution വരെ. അടുത്തതില് adjudicationല് in this method. adjudication ആണെന്ന് ഓർക്കണം. അപ്പൊ നമ്മൾ പഠിച്ച ഒരു മെത്തേഡും അങ്ങോട്ടും ഇതാവരുത്. Other in this method also the grievances are resolved by the interference of the third party, but here the third party is employed by the government. ഇവിടെയും third party interference ഓട് കൂടിയാണ് grievances resolve ചെയ്യുന്നത്. പക്ഷേ ഈ third party ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും and the decisions are also binding. അവിടെ വരെ കേട്ടോ. ആ 3 ലൈനിലായിട്ട് കിടക്കേണ്ട ഒറ്റ സെന്റൻസ് ഉള്ളൂ. 3 ലൈനിലായിട്ടാ കിടക്കുന്നത്. Okay, so these are the 5 methods of grievance resolution. Grievances resolve ചെയ്യുന്ന 5 രീതികളാണ്. collective bargaining, mediation, conciliation, arbitration and adjudication. Clear ആയല്ലോ? 5 എണ്ണം പറഞ്ഞതൊക്കെ അണ്ടർലൈൻ ചെയ്തില്ലേ? Yes, അടുത്തത് essentials of grievance redressal procedure. അടുത്തത് ഏറ്റവും അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ grievance redressal procedure-ന്റെ essentials ആണ്. അത്യാവശ്യമുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന് acceptability. എന്താ acceptability എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? സ്വീകാര്യത. എല്ലാവർക്കും സ്വീകാര്യമാകണം. ആർക്ക് സ്വീകാര്യമാകണം? അതായത് ഗ്രീവൻസ് ഒരു പ്രൊസീജിയർ കൊണ്ടുവരുമ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ that should be developed according to the after the discussion with the management, the workers and the union. ഒരു മെത്തേഡ്, ഒരു ഗ്രീവൻസ് നമ്മൾ എങ്ങനെയാ പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആരോട് കൂടി ആലോചിക്കണം? അതായത് നമ്മുടെ മാനേജ്മെന്റും വർക്കേഴ്സും അതുപോലെ ഇപ്പൊ ട്രേഡ് യൂണിയനൊക്കെ യൂണിയനും ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷെ അതങ്ങനെ കൊണ്ടുവരുമ്പോ ഇറ്റ് ഷുഡ് ബി ആക്സെപ്റ്റബിൾ ടു ഫോർ ഓൾ. ഇവർക്ക് എല്ലാവർക്കും സ്വീകാര്യമാകണം. ഇപ്പൊ ചിലപ്പോ ചില മെത്തേഡ് അല്ലെങ്കിൽ ചില പ്രൊസീജിയർ കൊണ്ടുവരുമ്പോ മാനേജ്മെന്റിന് ആക്സെപ്റ്റബിൾ ആണ്, പക്ഷെ യൂണിയനോ വർക്കേഴ്സിനോ അത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റില്ല, ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്, നല്ലൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ്, വർക്കേഴ്സ് ആൻഡ് യൂണിയൻ. അങ്ങനെയാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യണം. ഇന്ന രീതി മതിയോ, ഈ രീതിയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ രീതി മതിയോ എന്ന് മാനേജ്മെന്റും യൂണിയനും വർക്കേഴ്സും എല്ലാം കൂടി ഒരുമിച്ചാണ് ആലോചിച്ചെടുക്കേണ്ടത്. അത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലുള്ള റിഡ്രസൽ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ദേ ഹാവ് ടു ഫോളോ സം ഗൈഡ് ലൈൻസ്. എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ ചില ഗൈഡ് ലൈനുകൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് രീതി തിരഞ്ഞെടുക്കണം, അതിന് വേണ്ട ഗൈഡ് ലൈൻസ് ആണ് ഇനി പറയുന്നത്. ഓക്കെ, ഒന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ഇൻജസ്റ്റിസ് ടുവേർഡ്സ് വർക്കേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. When they are developing a grievance redressal procedure, the management should be given more importance to the principles of fairness. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്നായിരിക്കണം അറിയാമോ? എന്തായിരിക്കും? ഒന്ന്, പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ്. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒരുപോലെ കാണണം. ഇവിടെ യാതൊരു ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങളൊന്നും ഇല്ല. എല്ലാവരെയും ഒരുപോലെ കാണുക. ആ രീതിയിലുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ചില മെത്തേഡുകൾ സ്വീകരിക്കുക. മാത്രമല്ല ഏതെങ്കിലും വർക്കേഴ്സിനോട് അനീതി കാണിക്കുക, അന്യായം കാണിക്കുക, അങ്ങനെ പാടില്ല. ജസ്റ്റിസ് ടുവേർഡ്സ് ദി വർക്കേഴ്സ്, എല്ലാവരോടും നീതി ന്യായവും വെച്ച് പുലർത്തുന്ന രീതിയിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ചില ആളുകളോട് ഫേവറിറ്റിസം, ചില ആളുകളോട് ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേഷൻ, അതൊന്നും പാടില്ല. ഈക്വൽ, they should be considered as equal. എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുക. അതാണ് ഒന്നാമത്തെ. മനസ്സിലായോ? ഒന്നാമത്തെ ഗൈഡ് ലൈൻ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഒന്നാമത്തെ ഗൈഡ് ലൈൻ ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. ഓക്കെ. രണ്ടാമത്തെ, മാനേജേഴ്സ് മസ്റ്റ് കമാൻഡ് റീസണബിൾ പവർ. ഇനി മാനേജ്മെന്റിന് എന്തുണ്ടായിരിക്കണം? അവർക്ക് കമാൻഡ് ചെയ്യാം, പക്ഷെ ഒരു റീസണബിൾ പവർ ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു ആവറേജ്, അവരുടേതായ രീതിയിലുള്ള എന്താ പറയാ അനുകൂലമായ ചില പവർ ഉപയോഗിച്ചിട്ട് കമാൻഡ് ഇന്ന രീതിയിലാണ്. മാനേജ്മെന്റിന് കമാൻഡ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്, പക്ഷെ അതൊരു
എന്താ പറയാ ആവറേജ് രീതിയിലായിരുന്നു, റീസണബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു. അല്ലാതെ അവർ എന്താ പറയാ ഫോക്കസ് ചെയ്യുന്നത് തങ്ങളുടെ മാത്രം നിലനിൽപ്പ് മറ്റുള്ളവരെ പരിഗണിക്കാതെ കൺസിഡർ ചെയ്യാതെ നമ്മൾ പറയുന്നത് എത്തും അവർ കേട്ടോളണം, അല്ലെങ്കിൽ നമ്മൾ കമാൻഡ് ചെയ്താൽ അവരതിനനുസരിച്ച് ആക്ട് ചെയ്തോളണം എന്ന് വിചാരിച്ചായിരിക്കും ഇവരുടെ കമാൻഡിംഗ് പവർ. റീസണബിൾ കമാൻഡിംഗ് പവർ അവർക്ക് ഉപയോഗിക്കാം. അപ്പൊ മാനേജേഴ്സ് മസ്റ്റ് കമാൻഡ് റീസണബിൾ പവർ. പിന്നെന്താ, സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ. When they are taking or developing grievance redressal procedure, due consideration should be given for the participation of trade union. ഇനി ഇങ്ങനെയുള്ള ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ നടപ്പിലാക്കുന്ന സമയത്ത് ആർക്ക് പ്രാധാന്യം നൽകിക്കൊള്ളണം? ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരെ കൂടി ഉൾപ്പെടുത്തണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. ആ പാർട്ടിസിപ്പേഷന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. സോ ഇതാണ് 3 ഗൈഡ് ലൈന്. അപ്പൊ മാനേജ്മെന്റും എംപ്ലോയീസും ട്രേഡ് യൂണിയനും ഒത്തൊരുമിച്ച് ഡിസ്കസ് ചെയ്താണ് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റബിൾ ഫോർ എവ്രി വൺ. ഈ 3 കൂട്ടർക്കും അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അത് ഡെവലപ്പ് ചെയ്യുന്നതിന് 3 ഗൈഡ് ലൈനുകൾ പറയുന്നുണ്ട്. ഒന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് ഈച്ച് ആൻഡ് എവറി വർക്കേഴ്സ്. 2, മാനേജേഴ്സ് കമാൻഡ് റീസണബിൾ പവർ. മാനേജ്മെന്റിന് ഉണ്ടാകേണ്ടത് റീസണബിൾ ആയിട്ടുള്ള പവർ ആണ്, ഭയങ്കര ഹൈ പവർ അല്ല. And the third one is significant participation of trade union. മനസ്സിലായോ? 3 പോയിന്റും acceptability എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായോ? പറയൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് എന്താ? അപ്പൊ ഒന്നാമത്തേത് എസെൻഷ്യൽസിലെ അക്സെപ്റ്റബിലിറ്റി പറഞ്ഞു. രണ്ടാമത്തേത് പ്രോംപ്റ്റ്നെസ് ആണ്. പ്രോംപ്റ്റ്നെസ് എന്താ? പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഗ്രീവൻസ്. ഗ്രീവൻസുകളെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. പ്രോംപ്റ്റ്നെസ് എന്ന് പറയുന്നത് എന്താ പറയാ, എങ്ങനെയാണോ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് താഴെ വീണ്ടും കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ട് പ്രോംപ്റ്റ് ആയിട്ട് അതിന് അനുസരിച്ച് റിയാക്ട് ചെയ്യണം. അതാണ് ഗ്രീവൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. നമ്മള് എന്തെങ്കിലും എംപ്ലോയീസിന്റെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതോടെ കിടക്കട്ടെ, 1 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞെങ്കിൽ വച്ച് താമസിപ്പിക്കാൻ പാടില്ല. പ്രോംപ്റ്റ് ആയിട്ട് അതിനെയൊക്കെ നമ്മൾ നേരിടണം, ഫേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് വേണ്ട ചില കാര്യങ്ങൾ അതെങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. പ്രോംപ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണിത്. ഒന്ന്, ഗ്രീവൻസ് ഷുഡ് ബി അതന്നെ നിർദ്ദേശം മലയാളം അതിന്റെ ഓക്കെ. Grievance should be redressed or addressed at the initial level. ഈ ഗ്രീവൻസുകൾ ഉണ്ടാകുന്ന അതേ ആ ഇനീഷ്യൽ ലെവലിൽ തന്നെ ഇത് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം, അഡ്രസ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മനസ്സിലായോ? എംപ്ലോയീസിന്റെ ഇടയിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ആ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. ഇങ്ങനെ എംപ്ലോയീസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതെന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ആളുകളുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ അത് അവരെ അറിയിക്കുക. ആദ്യമേ തന്നെ മനസ്സിലാകാൻ ഒരു ഇതൊക്കെ ഉണ്ട് ആളുകളുടെ. അപ്പൊ അതൊന്ന് അറിയിക്കുക, അവരെ അഡ്രസ് ചെയ്യുക ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ. ഇന്ന് നടന്നിട്ട് കുറേയായിട്ട് നമ്മൾ തന്നെ ഇടയിൽ ഉരുട്ടി അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നത് വരെ നോക്കി നിൽക്കാതെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഗ്രീവൻസ് അഡ്രസ് ചെയ്യുക. സെക്കൻഡ്, മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡഡ്. തൊട്ടു മുന്നിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലേ, ഇഫ് ദ കമ്മിറ്റീസ്, അതായത് നമ്മുടെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ സൊല്യൂഷൻസിൽ എംപ്ലോയീസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, എംപ്ലോയീസിന് വലിയ തൃപ്തിയൊന്നും വന്നില്ല ആ സൊല്യൂഷനിൽ, എങ്കിൽ they have the chance for giving appeal to the employer. എംപ്ലോയർക്ക് അപ്പീൽ കൊടുക്കാൻ ഒരു ചാൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. പക്ഷെ അത് പറയുന്നു, അതേ മാത്രമല്ല ഇവിടെ പറയുന്നു, അത്തരം മൾട്ടിപ്പിൾ അപ്പീൽസ്, അപ്പീലൊക്കെ ചെയ്യാം. ഒരു പ്രാവശ്യം അപ്പീൽ കൊടുത്തു, മാനേജ്മെന്റ് നമുക്ക് അതിന് വീണ്ടും സൊല്യൂഷൻസ് തന്നു. ആ സൊല്യൂഷൻ വർക്കുമെന്നെ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ എഴുത്തായിട്ട് ഇങ്ങനെ അയച്ച് അതിന്റെ ഒരു കോപ്പി അവർക്ക് ഫോർവേഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും എന്നിട്ട് വീണ്ടും തൃപ്തിയെ വീണ്ടും അപ്പീൽ പോകുന്നു, അവിടെ നിന്ന് അപ്പീൽ, അങ്ങനെ മൾട്ടിപ്പിൾ അപ്പീൽസ് അത് ഒരു പരിധി വരെ ഒഴിവാക്കുക. അതാണ് പ്രോംപ്റ്റ്നെസ്. മനസ്സിലായോ? അതാണ് നമ്മുടെ ഗ്രീവൻസ് റിഡ്രസൽ പ്രോംപ്റ്റ്നെസ്സിനകത്ത് വരുന്ന ഒരു പോയിന്റ് ആണ്. അതിന് വേണ്ട സ്വീകരിക്കേണ്ട ചില രീതികളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഗ്രീവൻസ് അഡ്രസ് ചെയ്യണം. രണ്ടാമത്തേത് മൾട്ടിപ്പിൾ അപ്പീൽസ് അവോയ്ഡ് ചെയ്യണം. തേർഡ് വൺ, സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് ഓൺ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്സ് അറ്റ് ഈച്ച് ലെവൽ. ഓരോ ലെവലുണ്ട് കേട്ടോ, ഈ ഗ്രീവൻസ് റിഡ്രസലിന് ഓരോ ലെവലുണ്ട്. ആ ഓരോ ലെവലും കൃത്യം പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തീർക്കുക.
ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള സമയം ഇത്ര ദിവസമാണ് 3 ദിവസം ആ 3 ദിവസത്തിനുള്ളിൽ തീർക്കുക ആ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിൽ സ്ട്രിക്റ്റ് ആയിട്ട് അതൊക്കെ തീർക്കാൻ എൻഫോഴ്സ് ചെയ്യിക്കുക അപ്പൊ ഓരോ വിഭാഗം ആളുകളും ആ ഒരു ഗ്രീവൻസ് റീഡേഴ്സിന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനാ സമയപരിധിക്കുള്ളിൽ ചെയ്യുക അയ്യോ ചെയ്തു കഴിഞ്ഞില്ലല്ലോ തീരാറായിട്ടുള്ളൂ 2 ദിവസം തന്നു ഇനി 2 ദിവസം കൂടി നീട്ടി തരുമോ അതൊന്നും പാടില്ല ആ സ്ട്രിക്റ്റ് ആയിട്ട് ആ സമയത്തിൽ നിന്ന് തീർക്കാനായിട്ട് ശ്രമിക്കുക ഗ്രീവൻസ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദ കൺസേൺഡ് അതോറിറ്റീസ് ആരാണോ വേണ്ടപ്പെട്ട അധികാരികൾ അവരിലേക്ക് ഗ്രീവൻസ് കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്യാം അപ്പൊ ഈ 4 കാര്യങ്ങളും പ്രോംപ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഗ്രീവൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഏതൊക്കെയാണ് പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഗ്രീവൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ് ഒന്ന് grievance should be addressed at the initial stage multiple appeals should be avoided strict enforcement at the prescribed time limits and also grievance should be forwarded to the concerned authorities clear ayo promptness le ee 4 point underline cheya ta 4 point കഴിഞ്ഞില്ലേ അടുത്ത തേർഡ് വൺ ലീഗൽ സാങ്ക്ടിറ്റി ലീഗൽ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് എന്താണ് അതായത് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിൽ നമുക്കറിയാം they have to follow the existing legislations ഇതൊരു ഓർഗനൈസേഷനിൽ whatever rules and regulations have to be followed will be existed ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഗ്രീവൻസ് പ്രൊസീജിയറും നടത്തേണ്ടത് എന്നാണ് ആ പ്രൊസീജിയേഴ്സിനും ആ പോളിസീസിനും ഒന്നും എന്താ പറയാ എഗെയിൻസ്റ്റ് ആയിട്ടോ അതിന്റെ പുറത്ത് നിന്നുകൊണ്ടോ നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട് പറ്റില്ല മനസ്സിലായോ വിതിൻ ദ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻസ് ആ ഉള്ളിലുള്ള നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി കണ്ടക്ടഡ് ആൻഡ് അപ്പൊ മാത്രമല്ല ഒരു സ്റ്റേറ്റിന്റേതായ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉണ്ട് അപ്പൊ സ്റ്റേറ്റിന്റേതായ പ്രൊവിഷൻസും ഓർഗനൈസേഷൻ അകത്തുള്ള ലെജിസ്ലേഷൻസ് നിയമങ്ങളും ഒക്കെ അതിന്റെ ഇൻസൈഡിൽ നിന്നുകൊണ്ടാണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യേണ്ടത് പിന്നെ ഗ്രീവൻസ് മെഷീനറി നമ്മൾ നേരത്തെ പറഞ്ഞു അത് whenever possible they have to give നിയമങ്ങൾ ആ പറയുന്ന ഗ്രീവൻസ് മെഷീനറിയുടെ ഉള്ളിൽ വന്നിരിക്കുന്ന നിയമങ്ങൾ ഷുഡ് ബി സ്ട്രിക്ട്ലി ഫോളോ അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം അതായത് നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഗ്രീവൻസ് റീഡ്രസലിന് വേണ്ടി എല്ലാ കാര്യം ചെയ്യണം അത്രേ ഉള്ളൂ ചുരുക്കം പറഞ്ഞ നിയമത്തിന് വിരുദ്ധമായോ നിയമത്തിൽ നിന്ന് മറികടന്നുകൊണ്ടോ ഒരു തീരുമാനങ്ങൾ എടുക്കാനും ഗ്രീവൻസ് റീഡ്രസലിനകത്ത് പറ്റില്ല അതാണ് നിയമ സാധ്യത അതാണ് പറഞ്ഞിരിക്കുന്നത് ലീഗൽ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആയോ എന്തൊക്കെ നിയമമുണ്ടോ അവിടുത്തെ ഓർഗനൈസേഷന്റെ നിയമം സ്റ്റേറ്റിന്റെ നിയമം പിന്നെ പല ഗ്രീവൻസിന്റെ പല നിയമങ്ങളുണ്ട് ലോസ് ആ ലോസിന്റെ ഉള്ളിൽ ഒക്കെ നിന്നിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ഗ്രീവൻസ് റീഡ്രസലിന് വേണ്ടി ചെയ്യേണ്ടത് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് വൺ സിംപ്ലിസിറ്റി ആണ് ഇനി എന്താ പറയാ ഈ ഗ്രീവൻസ് നമ്മൾ പറഞ്ഞു ഒറ്റയടിക്ക് നടക്കുന്നതല്ല കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ എങ്കിലും മറ്റ് ഏറ്റവും ഫ്യൂർ സ്റ്റെപ്സിലായിരിക്കണം ഇത് കണ്ടക്ട് ചെയ്യേണ്ടത് ഏറ്റവും നടപടിക്രമങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരണം ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാകാതിരിക്കണം ഏതിന് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയേഴ്സിന് കാരണം എപ്പോഴും ഈ ആൾക്കാരെ ഇതിങ്ങനെ ഈ ഗ്രീവൻസുമായി ബന്ധപ്പെട്ട പല രീതിയിലും അവരെ അപ്രോച്ച് ചെയ്യണം അവരുടെ സംശയങ്ങൾക്ക് നമ്മള് എന്താ പറയാ നിവാരണങ്ങൾ കണ്ടെത്തണം അല്ലെ അവരെ ഡിസ്റ്റർബ് ചെയ്യണം ജോലിയിലും അതൊക്കെ റിഫ്ലക്ട് ചെയ്യും അല്ലെ അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ട് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഓൺലി ഫ്യൂർ സ്റ്റെപ്സ് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാവാൻ പാടുള്ളൂ മാത്രമല്ല എംപ്ലോയീസ് ആ എംപ്ലോയീസിന് എന്താ പറയാ ഗ്രീവൻസ് ഹാൻഡ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ആരൊക്കെയാണ് ഗ്രീവൻസ് റീഡ്രസലിന് വേണ്ടി വരുന്ന ഓഫീസേഴ്സ് അതാരാണ് എന്നുള്ളതൊക്കെ എംപ്ലോയീസിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം ഇൻഫോം ചെയ്തിരിക്കണം അവരെ മനസ്സിലായോ അതാണ് സിമ്പിൾ ആയിരിക്കണം
അപ്പൊ ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്സ് ഫ്യൂർ സ്റ്റെപ്സ് ആയിരിക്കണം, കുറച്ച് സ്റ്റെപ്സിൽ ഒതുക്കണം. ആൻഡ് ദ എംപ്ലോയീസ് മസ്റ്റ് ബി ഇൻഫോംഡ് അബൌട്ട് ദ കൺസേൺഡ് ഓഫീസേഴ്സ്. ആരൊക്കെയാണ് ഗ്രീവൻസ് റിഡ്യൂസലുമായി ബന്ധപ്പെട്ട എന്താ പറയാ അതിനുവേണ്ടി അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഓഫീസേഴ്സ് ആരാണോ അവരെ കുറിച്ചൊക്കെ എംപ്ലോയീസിന് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് ദ എൻറ്റയർ പ്രൊസീജിയർ, എന്തൊക്കെയാണ് ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയറിൽ വരുന്ന കാര്യങ്ങൾ അതും അവർക്ക് ഇൻഫോം ചെയ്തിരിക്കണം. മനസ്സിലായോ? നാലാമത്തെ പോയിന്റ് ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയറിന്റെ നാലാമത്തെ സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പാണ് സിംപ്ലിസിറ്റി. അടുത്തത് ട്രെയിനിങ്. In order to function the grievance redressal procedure effectively, they should ensure that the supervisors, trade union representatives should be provided proper training. ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ മറ്റൊരു കാര്യം വേണ്ടതെന്ന് അറിയോ? ട്രേഡ് യൂണിയൻസിനെയും സൂപ്പർവൈസേഴ്സിനെയും അല്ലെങ്കിൽ ഗ്രീവൻസിനകത്ത് പ്രൊസീജിയേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഇവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. മനസ്സിലായിരുന്നാല് ഗ്രീവൻസ് പ്രൊസീജിയർ നല്ല രീതിയിൽ ഇഫക്ട് ചെയ്യുള്ളൂ. ആവശ്യത്തിന് ട്രെയിനിങ്, ഈ ഗ്രീവൻസിലൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് ആവശ്യമായിട്ട് കൊടുക്കുക. പ്രോപ്പർ ട്രെയിനിങ് ഉള്ള ആൾക്കാരാണെങ്കിൽ വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം അതിനോട് സൊല്യൂഷൻ കണ്ടെത്തും. അത്രയല്ലേ ഉള്ളൂ. മനസ്സിലായോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ടു എൻഷുർ ഇഫക്റ്റീവ് വർക്കിംഗ് ഓഫ് ദ ഗ്രീവൻസ് പ്രൊസീജിയർ, ദ സൂപ്പർവൈസേഴ്സ് ആൻഡ് ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ട്രെയിനിങ് ഫോർ ഹാൻഡ്ലിംഗ് ഗ്രീവൻസസ്. ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയനും സൂപ്പർവൈസേഴ്സിനും അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനും പ്രോപ്പറായ രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. ക്ലിയർ ആയോ? യെസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ പ്രൊസീജിയർ ഫോളോ അപ്പ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഗ്രീവൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഓരോ നടപടികളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഗ്രീവൻസ് ഒക്കെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എങ്കിലും ഇറ്റ് ഷുഡ് ബി റെഗുലർലി റിവ്യൂഡ്, അപ്ഡേറ്റഡ്. എന്ത് ചെയ്യണം? നമ്മള് എന്തൊക്കെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തോ അത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഫേസ് ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇമ്പോർട്ടന്റ് മോഡിഫിക്കേഷൻസ് ആവശ്യത്തിന് സമയാസമയങ്ങളിൽ അത് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇറ്റ് ബിക്കംസ് മോർ എഫക്റ്റീവ്. അപ്പൊ എന്ത് പറ്റും? ഗ്രീവൻസുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എളുപ്പം ഹാൻഡിൽ ചെയ്താൽ, ഇടയ്ക്കിടയ്ക്ക് അതിനെയൊക്കെ നമ്മളൊന്ന് സൂപ്പർവൈസ് ചെയ്താൽ, അതൊന്ന് റിവ്യൂ ചെയ്താൽ, അതിന്റെ അപ്ഡേഷൻസ് എടുത്താൽ അതെന്ത് ചെയ്യും? സ്മൂത്ത് ആയിട്ട് അത് ഫങ്ഷൻ ചെയ്യും. അവിടെ പിന്നെ പ്രശ്നങ്ങൾ എന്താ പറയാ പരിഹരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. അതാണ്. ക്ലിയർ ആയോ? The procedure of grievance must be regularly reviewed. Important modifications must be done from time to time in order to make it more effective. Clear ayo? മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ് ആറാമത്തെ. Okay, so these are the grievance redressal procedures in the essentials ആണ് നമ്മൾ പറഞ്ഞത്. Acceptability, promptness, legal sanctity, simplicity, training and follow up. കേട്ടോ, ഇവിടെ വരെ ഒന്ന് വായിച്ചൊക്കെ നോക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, see you. Thank you.